നമസ്കാരം. ഇംഗ്ലീഷ് ചലഞ്ചിന്റെ 2ാം ദിവസത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പരസ്പരം പരിചയപ്പെടാൻ പഠിച്ചു. ഒരുപാട് പേര് ട്രൈ ചെയ്ത് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ആ സംഭാഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. പരിചയപ്പെട്ട ശേഷം നമ്മൾ സാധാരണ സുഖമാണോ എന്നല്ലേ ചോദിക്കാറ്. അത് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാമെന്ന് നോക്കാം. സുഖമാണോ എന്ന് നമുക്ക് ചോദിക്കാം. ആസ്കിംഗ് അബൌട്ട് വെൽ ബീയിങ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇംഗ്ലീഷിൽ സുഖമാണോ എന്ന് ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ വാക്യമാണ് ഹൗ ആർ യു. HOW ഹൗ ആർ ARERU YOU ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് ഹൗ ആർ യു. ഇത് നമുക്ക് എല്ലാവരോടും ചോദിക്കാം. എന്റെ കൂടെ പറയൂ. ഹൗ ആർ യു, ഹൗ ആർ യു, ഹൗ ആർ യു, ഹൗ ആർ യു. ഒന്നുകൂടി, ഹൗ ആർ യു. ഇനി കൂട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായി വാട്സാപ്പ്. ഇതാ വാട്സപ്പ് അല്ല, വാട്സാപ്പ് എന്നോ ഹൗ ഈസ് ഇറ്റ് ഗോയിങ് എന്നോ നമുക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ ഹൗ ഈസ് ഇറ്റ് ഗോയിങ്, വാട്ട്സ് അപ്പ്, വാട്ട് ഈസ് അപ്പ് എന്നുള്ളതിന്റെ ഷോർട്ടാണ് വാട്സപ്പ്. പിന്നെ ഹൗ ഈസ് ഇറ്റ് ഗോയിങ് എന്നാണ് ചോദിച്ചത്. പക്ഷെ തുടക്കത്തിൽ നിങ്ങൾ ഹൗ ആർ യു എന്ന് പഠിച്ചാൽ മതി. അത് എവിടെയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് മറുപടി പറയണ്ടേ. ഒരാൾ നമ്മളോട് ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയും? ഏറ്റവും സാധാരണമായി പറയുന്നത് ഇതാണ്, ഐ ആം ഫൈൻ. അതായത് IAMFINE ഫൈൻ, താങ്ക് യു. ഇതാണ് പറയുന്നത്. ഐ ആം ഫൈൻ, താങ്ക് യു എന്നാണ് പറയാറുള്ളത്. എനിക്ക് സുഖമാണ്, ചോദിച്ചതിന് നന്ദി എന്നാണ് ഇതിന്റെ അർത്ഥം. ആ താങ്ക് യു കൂടി പറയുന്നത് ഒരു നല്ല ശീലമാണ്. എന്റെ കൂടെ പറയൂ. ഐ ആം ഫൈൻ, താങ്ക് യു. ഐ ആം ഫൈൻ, താങ്ക് യു. ഐ ആം ഫൈൻ, താങ്ക് യു. മറ്റൊരു രീതി, ഐ ആം ഗുഡ്. IAMGOOD ഗുഡ്. ഐ ആം ഗുഡ്. ഇതും എനിക്ക് സുഖമാണ് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഐ ആം ഗുഡ്. അത്ര സുഖമൊന്നും തോന്നുന്നില്ല, ഒരു കുഴപ്പവും ഇല്ലാതെ പോകുന്നു എന്നാണ്. നമ്മൾ സാധാരണ മലയാളികളുടെ ഡയലോഗുകൾ ഇങ്ങനെ ആയിരിക്കില്ല. അത്ര സുഖമൊന്നും ഇല്ല, വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അതായത് അത്ര സുഖമൊന്നും തോന്നുന്നില്ല, ഒരു കുഴപ്പവും ഇല്ലാതെ പോകുന്നു എന്നാണെങ്കിൽ നോട്ട് ബാഡ് എന്ന് പറയാം. NOT നോട്ട് ബാഡ്, BAD ബാഡ്, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയാം. നോട്ട് ബാഡ് എന്ന് പറയാം. ഇനി മറുപടി പറഞ്ഞ ശേഷം നമ്മൾ തിരിച്ച് അങ്ങോട്ടും ചോദിക്കണ്ടേ. നിങ്ങൾക്കോ, അതായത് ഇങ്ങോട്ട് ചോദിച്ച വ്യക്തിയോട് നമ്മൾ അങ്ങോട്ട് ചോദിക്കണം, ഞാൻ ഓക്കെയാണ്, നിങ്ങളോ ഇല്ലെങ്കിൽ നിങ്ങൾക്കോ എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. അതിനായി മറുപടിക്ക് ശേഷം ഇങ്ങനെ ചോദിക്കാം, and you, AND and YOU, and you, and you, and you. അപ്പോൾ അത് ആ വാക്യം പൂർണ്ണമായിട്ട് നമുക്ക് എങ്ങനെ പറയാം? I am fine, thank you. And you? I am fine, thank you. And you? I am fine, thank you. And you? കണ്ടതിൽ സന്തോഷം. Nice to meet you. കണ്ടതിൽ സന്തോഷം. Nice, NICE, nice. To, TO2. meet, MEET, meet. you, YOU. ഒരാളെ പരിചയപ്പെട്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളെ കണ്ടതിൽ സന്തോഷം എന്ന് നമ്മൾ പറയാറില്ലേ? അത് സംഭാഷണത്തിന് നല്ലൊരു തുടക്കം നൽകുന്ന രീതിയാണ്. അതിനായി പറയേണ്ടത് ഇതാണ്, നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. എന്റെ കൂടെ പറ, നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. ഇതിന് മറുപടിയായി മറ്റേ ആൾക്കും പറയാനുണ്ടല്ലോ. അദ്ദേഹത്തിന് പറയാം, നൈസ് ടു മീറ്റ് യു ടു. നൈസ് ടു മീറ്റ് യു ടു. TOO. അതായത് നിങ്ങളെ കണ്ടതിൽ എനിക്കും സന്തോഷമുണ്ട്. നൈസ് ടു മീറ്റ് യു ടു എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ പ്രാക്ടീസ് സെഷനാണ്. നമുക്ക് ഇന്നലെ പഠിച്ചതും ഇന്ന് പഠിച്ചതും ചേർത്തൊരു സംഭാഷണം ഒന്ന് നോക്കിയാലോ. നമ്മളുടെ അനു ബിനുവിനെ തന്നെ നമുക്ക് വിളിക്കാം. അനു, ഹലോ. ബിനു, ഹലോ. അനു, മൈ നെയിം ഈസ് അനു. വാട്ട്സ് യുവർ നെയിം? Binu, my name is Binu. Nice to meet you. Anu, nice to meet you too.
How are you, Binu? Binu, I am fine. Thank you. And you? Anu, I am good. കണ്ടോ, ഇപ്പോൾ നമ്മളുടെ സംഭാഷണം കുറച്ചുകൂടി വലുതായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ പടിപടിയായി പഠിക്കാൻ പോകുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതിൽ നിന്ന് നമ്മൾ പടിപടിയായിട്ട് വളർന്ന് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡേ 2-ൽ നമ്മൾ സുഖവിവരം ചോദിക്കാനും പറയാനും പഠിച്ചു. ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക്, നിങ്ങൾ ആരെയെങ്കിലും കാണുമ്പോൾ മനസ്സിലെങ്കിലും ഹലോ, ഹൗ ആർ യു എന്ന് പറഞ്ഞു നോക്കുക. ആദ്യം നമുക്ക് ധൈര്യം വരില്ല അവരോട് ചോദിക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ പറയുന്നത് തെറ്റുമോ എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായി വരുമ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്നും ആലോചിക്കാതെ അവരോട് ചോദിക്കും. ഹലോ, ഹൗ ആർ യു. ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, ഇൻ കേസ്, അതായത് നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചില്ല, ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് ഹലോ, ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ, ഐ ആം ഫൈൻ, താങ്ക് യു. ഐ ആം ഫൈൻ, താങ്ക് യു. താങ്ക് യു തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ചേർത്തിരിക്കണം. കാരണം അദ്ദേഹം ചോദിച്ചതിന് നമ്മളൊരു നന്ദി പറഞ്ഞിരിക്കണം. സാധാരണഗതിയിൽ നമ്മളുടെ കേരളത്തിൽ മലയാളികൾ ഈ രീതിയിലുള്ള നന്ദികളൊന്നും പറയാറില്ല മലയാളത്തിൽ. എന്നാൽ ഇംഗ്ലീഷിൽ വരുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ പറയുക തന്നെ വേണം. ഇനി അടുത്ത ദിവസം ഡേ 3-ൽ നമ്മൾ സംഭാഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മാന്ത്രിക വാക്കുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നന്ദി, ക്ഷമ എന്നിവയൊക്കെ എങ്ങനെ പറയാമെന്ന് അപ്പോൾ നമ്മൾ പഠിക്കും. അപ്പോൾ നാളെ കാണാം. ബൈ.